ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ സിംഗർ ടാലൻറ്റ് 3321 മിഷനാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഷൈമ ഒരു ഇൻട്രൊഡക്ടറി ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യണമെന്ന് സ്പെസിഫിക്കായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതൊരു മിനിമം എഡിറ്റിങ്ങിൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ തൽക്കാലം ഒരു എലാബറേറ്റ് ആയിട്ടുള്ള വീഡിയോ പ്ലാൻ ചെയ്ത് ചെയ്യാനൊന്നും സമയമില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാലും ഷൈമയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഷൈമയ്ക്കൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മിനിമം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുക ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ വേറെ പാട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, അത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് വേഗം കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പവർ കോഡ് കുത്തിയിട്ട് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യണം. അത് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബൾബ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് അടിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് ബൾബില്ല. അതുകൊണ്ട് എൻ്റെ മെഷീൻ ഓൺ ആയോ എന്നറിയില്ല. അല്ലെങ്കിൽ മെഷീൻ ഓൺ ആകുമ്പോൾ ഈ ലൈറ്റ് ഓൺ ആകും. ഞാനത് ഊരി ഇനിയിപ്പോൾ എനിക്ക് സർവീസ് ചെയ്യാനുള്ള തൽക്കാലം നിവൃത്തിയില്ല. ഓക്കെ, അപ്പം ഇനി ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രെഡ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പം എന്നാലും ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഇത് സാധാരണ നമ്മുടെ സ്പെയ്ഡിൻ്റെ പോളി ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന 8 രൂപ 6 രൂപയ്ക്ക് കിട്ടുന്ന ത്രെഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ത്രെഡ് സാധാരണ ഇവിടെയാണ് ഇടുന്നത്. ഓക്കെ, ഇത് വേറൊരു തരം ത്രെഡിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ തയ്യലിനൊക്കെ ഈ ത്രെഡ് ഇവിടെ ഇട്ടാൽ മതി. പിന്നെ ഈ സ്റ്റോപ്പർ ഇടണം. ഓക്കെ, ഇനി പതുക്കെ ഈ നൂല് വലിച്ച് ഇവിടെ ഇടുക. നിങ്ങൾക്ക് കാണാമോ അറിയില്ല, ഞാനത് ലൈറ്റ് ഇച്ചിരി പൊക്കി വെക്കാം. ഇവിടെ അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ചെയ്യാം. അപ്പം ബോബിൻ മൈൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ചെയ്യും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് വൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അത് ഇംഗ്ലീഷിലാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ തയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം എന്നിട്ട് ഇത് കൊണ്ടുവരിക. അപ്പോൾ അത് കണ്ടോ, ഇവിടെ 1 എന്ന് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് 2 3 എന്നിട്ട് കണ്ടോ ഇവിടെ ഒരു ആരോ ഉണ്ട്. അപ്പോൾ ചുറ്റുക. അപ്പോൾ എളുപ്പത്തിന് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ഡയൽ ഒന്ന് പതുക്കെ തിരിക്കുക. അപ്പോൾ ഈ സാധനം തലയിങ്ങി പൊക്കും. ഓക്കെ, ഈ പൊസിഷനിൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ കോർക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, തിരിച്ച് മുകളിലോട്ട് പോയി ഇവിടെ 4 5. അത് കഴിഞ്ഞ് ഇതാണ് 5ാമത്തെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബോബിൻ ഇട്ടിട്ടില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോബിൻ ഊരി വച്ചിരിക്കുകയാണ്. അപ്പം ഞാനിനി ഇത്തിരി സൂം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് നീഡിൽ ത്രെഡറോട് ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ രീതിയിൽ അതിനും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം അതും നിങ്ങൾക്ക് നോക്കാം. അതും വളരെ ഈസിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അല്ലാതെ കോർക്കാനറിയാം, ഇനി മെഷീൻ കോർത്താൽ മതി. അടുത്തത് ബോബിൻ കേസ് ഇടുന്നതാണ്. അപ്പം നമ്മൾ മേളത്തെ നൂല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബോബിനാണ് ചെയ്യേണ്ടത്. അടുത്തത് ബോബിൻ നൂലാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ബോബിൻ. ഇത് ഞാൻ സർവീസ് സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം സർവീസ് സെൻറ്ററിൽ നിന്ന് ബോബിൻ വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കുറച്ച് എക്സ്ട്രാ തിക്നെസ് ഉള്ള പോലെ തോന്നി. ബോബിൻ ഇങ്ങനെ ഇടുക, നൂല് ഇങ്ങനെ ഇടുക. ഓക്കെ, അതെങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, ഡയറക്ഷനൊന്നും ഇല്ലയെന്ന് തോന്നും. അല്ല, ഞാൻ അങ്ങനെ നോക്കാറില്ല. പിന്നെ ഈ നൂലെടുത്തിട്ട് പതുക്കെ ഇവിടെ ഒരു ഡയഗ്രാം കാണാം. ഇത് കണ്ടോ, ഈ ഡയഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ 2 എണ്ണത്തിൻ്റെയും ഈ 2 കുനിപ്പുകളുടെ ഇടയ്ക്ക് ഇവിടെ വന്നാണ് കയറേണ്ടത്. ഇങ്ങനെയാണ് ബോബിൻ നൂല് പിടിക്കേണ്ടത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ബോബിൻ വരുന്നത്. അത് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പതുക്കെ ഈ വീഡിയോ ഇനി ഞാനിത് ക്ലോസ് ചെയ്യുവാണ്. അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി ഞാനിത് ക്ലോസ് ചെയ്യുവാണ്. ഞാൻ പതുക്കെ എൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഈ ബോബിൻ നൂൽ എങ്ങനെ മേളിൽ കയറ്റണം, അതാണ് നമ്മൾ സാധാരണ തയ്ക്കുന്നതിന് മുമ്പ് സാധാരണ എല്ലാവരും പറയുന്നത്. ബോബിൻ നൂല് മേളിലോട്ട് വലിക്കുന്നതാണ് നല്ലത്. അതായത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, അതായത് ഞാൻ കാണിക്കാം, ഈ ബോബിൻ നൂല് ഇപ്പം ഇതിലെയാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ബോബിൻ നൂല് ശരിക്കും ഈ നൂല് പോയിട്ട് ഈ തുളയിക്കൂടെ, ഈ കാണുന്ന തുളയിക്കൂടെ ഈ ചുമന്ന നൂല് പുറത്തോട്ട് വരണം. അങ്ങനെയാണ് ശരിക്കുള്ള തയ്യൽ. ഓക്കെ, അപ്പം അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക്
ചെയ്ത് നല്ല ശീലമുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നൂല് കട്ട പിടിക്കാതിരിക്കാനും എല്ലാം അങ്ങനെയാണ് സാധാരണ തയ്യൽ നമ്മൾ തയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രഷർ ഫുട്ട് ഞാനിങ്ങോട്ട് ഊരി മാറ്റി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട്, ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നൂല് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഈ ഇവിടെ ഒരു കുനിപ്പ് അവർ കാണിച്ചിട്ടുണ്ട്, അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നൂല് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ പതുക്കെ നമ്മുടെ ഈ ടോപ്പ് നൂല് താഴോട്ട് ഇടുകയാണ്. ഇങ്ങനെ ഒരു ചുറ്റ് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം കണ്ടോ, എന്നിട്ടിത് വലിച്ച് കഴിയുമ്പം നിങ്ങൾ കണ്ടോ, ഇപ്പം കണ്ടോ, ഈ നൂല് ഇവിടെ കൂടെ പുറത്തു വന്നു. ഓക്കെ, ഇതാണ് ബോബിൻ നൂല് മുകളിലോട്ട് എടുക്കുക എന്ന് പറയുന്നത്. ഒന്നും കൂടെ കാണിക്കാം. കാരണം ഞാൻ സാധാരണ അത് ചെയ്യുമ്പം അതൊരു ലൂപ്പിൽ വന്ന് പെട്ടിട്ട് ഞാനത് കൈകൊണ്ട് സാധാരണ ഒന്നും കൂടെ കാണിക്കാം. ഇങ്ങനെ ഇടുക. അതിനുശേഷം നമ്മുടെ ഈ നൂല് താത്തുക, പൊക്കുക. ഓക്കെ, ഈ നൂല് വന്നു. ഇനി പതുക്കെ ഈ നൂല് പതുക്കെ ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ പതുക്കെ വലിച്ച് കഴിയുമ്പം ഇങ്ങനെ പതുക്കെ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സാധാരണ ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഈ നൂല് അങ്ങോട്ട് വലിക്കും. എന്നിട്ട് അതിനെ ഞാൻ കെട്ടിടാതെ വെക്കും. ഇങ്ങനെയാണ് സാധാരണ ബോബിൻ നൂല് മേളിൽ വരുന്നത്. ഇത് സാധാരണ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്രഷർ ഫുട്ട് വെക്കുകയാണ്. ഓക്കെ, ഇനി സാധാരണയുള്ള കോട്ടൺ തുണികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടുന്നത് എന്നോട് വേറെ ചോദിച്ചത് ടെൻഷൻ എത്രയാണ്. അപ്പോൾ ഞാൻ ഈ സൂം മാറ്റുകയാണ്. നോർമൽ സൂമിലേക്ക് പോവാണ്. ഈ വെളിച്ചമൊക്കെ ഒന്ന് ഇച്ചിരി മാറ്റി വെക്കാം. അപ്പോൾ സാധാരണ എന്താണ് ത്രെഡ് ലെങ്ത്ത്, വിഡ്ത്ത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം സ്ട്രെയിറ്റ് സ്റ്റിച്ചിനാണെങ്കിൽ വിഡ്ത്ത് 0 മതി. എന്ന് വെച്ചാൽ അതിങ്ങനെ നടുക്ക് തന്നെ നിൽക്കും. അപ്പം നിങ്ങൾ കാണാവുന്ന പോലെ, അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചിന് വിഡ്ത്ത്, കാരണം അതനുസരിച്ച് ഈ പ്രഷർ ഫുട്ടൊക്കെ മാറും. അപ്പം സൂചി ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 0 ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ടെൻഷൻ ഇവിടെ ഇപ്പോൾ കണ്ടു. ഈ ഒരു നമ്മൾ ഈ ഡയൽ തിരിച്ച് കഴിയുമ്പം ഞാൻ സൂം ചെയ്യാം. നോർമൽ ടെൻഷൻ എന്ന് പറയുന്നത് ഈ 3, 4, 5 ഇടയ്ക്കുള്ളതാണ്. അത്യാവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇതും ഞാനൊരു 4-നകത്തിടാം. ഓക്കെ, ഇനി ഇതിനകത്ത് ബോബിൻ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം സാധാരണഗതിയിൽ നിങ്ങൾക്കൊരു പുതിയ മെഷീനാണെങ്കിൽ ബോബിൻ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇനി സ്റ്റിച്ച് ലെങ്ത്ത്, അടുത്ത ചോദ്യം എനിക്ക് ഷംന ചോദിച്ചത് സ്റ്റിച്ച് ലെങ്ത്ത് എങ്ങനെയാണെന്നാണ്. സ്റ്റിച്ച് ലെങ്ത്ത് ഈ 4 എന്ന് പറയുന്ന സാധനം നമ്മൾ നോർമൽ സ്റ്റിച്ചിങ്ങിന് 4 യൂസ് ചെയ്യാറില്ല. ഒരു 3ക്കും 2നും ഇടയ്ക്കാണ് നമുക്കൊരു നോർമൽ സ്റ്റിച്ചിങ്, അതായത് നമുക്ക് കുറച്ച് ഊരിപ്പോരാത്ത സ്റ്റിച്ചുകൾ അല്ലെങ്കിൽ സാധാരണ തുണികളൊക്കെ തയ്ക്കുന്നത് ഈ 2നും 3ക്കും ഇടയ്ക്കാണ്. ഈ 1 എന്നൊക്കെ പറയുന്നത് ചില ഡെക്കറേറ്റീവ് സ്റ്റിച്ചസൊക്കെ 1 ഈ 0 to 1 ഇട്ടാലും, പിന്നെ ബട്ടൺ ഹോൾ, ഇത് കണ്ടോ, ഇത് ബട്ടൺ ഹോളിനാണ്. അതിൽ രണ്ടിനുമാണ് നമ്മൾ കൂടുതൽ ഈ 1ന് താഴെ എടുക്കുന്നത്. സാധാരണ നമ്മളൊരു 2 to 3, 2.5 അതൊക്കെയാണ് നമ്മുടെ സാധാരണ ഒരു സ്റ്റിച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസാണ്. അപ്പോൾ നമ്മൾ ഗ്യാദറിങ്, അതായത് ചുരുക്കുകളൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ സാധാരണ 4 എടുക്കുന്നത്. അപ്പം 2 to 3 അല്ലെങ്കിൽ ഒരു 3 മാക്സിമം, അതിലാണ് നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ്. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. ഇതാണ് സ്ട്രെയിറ്റ് സ്റ്റിച്ച്. അപ്പം നമുക്ക് തൽക്കാലം സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം ടെൻഷൻ ഞാൻ 4ലാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന തുണിയും നൂലും ഒക്കെ അനുസരിച്ചാണ്. അപ്പം നമുക്ക് പതുക്കെ, എൻ്റെ ലൈറ്റ് തെളിയത്തില്ല, നിങ്ങളുടെ ലൈറ്റ് തെളിയേണ്ടതാണ്. അപ്പം നമുക്ക് പതുക്കെ ഇനി തയ്ച്ചു തുടങ്ങാം. അപ്പം തയ്ക്കുമ്പം ഞാൻ നിന്നുകൊണ്ടാണ് തയ്ക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. തയ്ക്കുമ്പം സാധാരണഗതിയിൽ ഈ 2 നൂലും നമ്മളൊന്ന് ചെറുതായിട്ട് പിടിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് പ്രഷർ ഫുട്ട് താത്തി കൊടുക്കുക. അതിനുശേഷം പതുക്കെ നമുക്ക് പറ്റുന്ന സ്പീഡിൽ ഈ ഒരു നൂല് ചെറുതായിട്ടൊന്ന് പിടിക്കുന്നാൽ അല്ലെങ്കിൽ കെട്ട് പണിയാൻ സാധ്യതയാണ്. അപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ സ്റ്റിച്ചിന് മതി.
അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നിർത്തി, എന്നിട്ട് ത്രെഡ് കട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റിച്ച് നോക്കുക. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ മുകളിൽ ടോപ്പ് ത്രെഡ് ബ്ലാക്കാണ്, പുറകിലത്തെ റെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം സ്റ്റിച്ചുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു നോട്ട് മാത്രമേ കാണാനുള്ളൂ, ബാക്കിയെല്ലാം അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇത് വെളിച്ചത്ത് കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് വരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഓൾമോസ്റ്റ് എല്ലാം എന്താ പറയുന്നത്, ഈ ചെറിയൊരു ഇത് എന്ന് പറയുന്നത് ഇത് ടെൻഷൻ്റെ പ്രോബ്ലമാണ്. അതായത് ഇത് ഇച്ചിരി കൂടുതൽ ടെൻഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 3 തയ്ച്ചു. പക്ഷേ ഈ ടെൻഷൻ നല്ലതാണ്, അതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ബോബിൻ ടെൻഷന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഞാനിത് ലോവർ ചെയ്ത് ടെൻഷൻ എന്നുള്ളത് ഒരു 3.5 ഇടാം. ഓക്കെ, അപ്പം എഗെയിൻ ഞാൻ ഈ നൂലൊന്ന് ഇച്ചിരി വലിച്ചു താഴെ ഇട്ടു. ഇതൊന്ന് വലിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവിടെ കെട്ടി കളയും. അപ്പം ഇപ്പോൾ കണ്ടോ ഒരു ഡിഫറൻസ് കണ്ടോ? ഞാൻ ഇച്ചിരി ടെൻഷൻ ലൂസാക്കിയപ്പം ഇവിടെയുള്ള ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ കണ്ടോ ഇവിടെയുള്ള ആ ഒരു ചുരുങ്ങിപ്പിടിക്കുന്നത് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അതൊരു 3 നോക്കാം. 3 ഒക്കെ മതിയാവും സാധാരണ നോർമൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈനിങ് തുണിയാണ്. ഇതൊരു ലൈനിങ് തുണിയാണ്, അതുകൊണ്ടാണ് കുറച്ച് നേർത്ത തുണിയാണ്. മറ്റേതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 4 ഒക്കെയാണ് ശരിക്കും നല്ലത്. ഇതൊരു ഇച്ചിരി നേർത്ത തുണി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇതിവിടെ പിടിച്ചെങ്കിലും ഇത് കണ്ടോ, പക്ഷേ ഇതൊരുമാതിരി സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് വരുന്നത്, പുറകിൽ ചുമന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു ഈ മെഷീനിൽ ഏകദേശം ഒരു ഇത് വരുന്നത്. ഇത് കണ്ട് കെട്ടുപിടിച്ച് ഇവിടെ എന്തോ സംഭവിച്ചു. ഓക്കെ, അത് ശരിയായില്ല. പക്ഷേ ഇങ്ങനെയാണ്, അതായത് സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ സെയിം കളർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഏകദേശം ഇതുപോലെ ഒരുപോലെ ഇരിക്കണം. അതായത് പിടുത്തങ്ങളൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ആ ടെൻഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയുള്ള ചുളിവുകൾ, അതായത് ഇത് ടോപ്പ് ടെൻഷൻ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇത്രയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പം ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ പറയുക. അപ്പം പിന്നെ ഓയിൽ ചെയ്യണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഓയിൽ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ചെയ്തിട്ട് എവിടെയൊക്കെയാണോ നമ്മൾ മൂവിങ് പാർട്സ് കാണുന്നത് അവിടെയൊക്കെ ഓയിൽ ചെയ്യുന്നത് ശരിക്കും നല്ലതായിരിക്കും. നമ്മൾ ഓയിൽ ചെയ്യണം, അത് മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂചി. പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സൂചി, ഇതൊരു 14/90 എന്ന് പറഞ്ഞ സൂചിയാണ്. ചില സാധനങ്ങളൊക്കെ തയ്ക്കുമ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്തിരി ബൾക്കാണ്, അതായത് ഇത്തിരി കട്ടിയുള്ളതാണെങ്കിൽ ഈ സൂചി യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതും ചിന്തിക്കണം. അപ്പം ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിൽ അപ്പം നമുക്ക് പിന്നെ ബോബിൻ കേസിലേക്കോ അങ്ങനെ ഈ ത്രെഡ് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മെഷീനിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ലൂസാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ബോബിൻ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ബോബിൻ കേസ് ചിലപ്പോൾ ശരിക്കിരിക്കുന്നുണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ മെഷീന് ഞാൻ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി. അല്ലാത്ത ഗതിയിൽ വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഇതിപ്പം ഞാൻ 7 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഒത്തിരി സാധനങ്ങൾ തയ്ച്ചിട്ടുണ്ട്. അപ്പം ബട്ടൺ ഹോളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിച്ചൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഈ പാറ്റേൺ വെച്ചിട്ടൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ വേറെ ചെയ്തിരുന്നു. അത് പക്ഷേ ഇംഗ്ലീഷിലാണ്. അപ്പോൾ തൽക്കാലം ഒരു സിംഗർ ടാലൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ത്രെഡിങ്, പിന്നെ ബോബിൻ്റെ നൂൽ എങ്ങനെ മുകളിലെടുക്കാം, അതൊരു പ്രാക്ടീസ് വേണം, നമുക്ക് മനസ്സിലാവും. എന്നാലേ നമുക്ക് മനസ്സിലാവും. ഇതെനിക്ക് ഒത്തിരി കാലം എടുത്തു ഈ ബോബിൻ നൂൽ എങ്ങനെ മേളി വരുന്നത് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ വരുത്താവുന്നതാണ്. പക്ഷേ നമ്മൾ ഇത്തിരി ക്ഷമയോടെ ഈ ഇവിടെയുള്ള ഡയൽ പതുക്കെ തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ലേ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ആ നൂലെടുക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിലർ ചെയ്യത്തില്ലായിരിക്കും, അതില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളെ ഞാൻ ഈ വീഡിയോ പറയുന്നുള്ളൂ. ഇത്
എൻ്റെ ഞാൻ ഇത് കാണുന്നവർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഷൈമയ്ക്ക് ഇത് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.